ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. റെസിപ്പി എന്ന് പറയാനൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന സംഭവമാണ്. എന്നാലും ഒരു രസം നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം എന്താ, ഞാനിവിടെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാതെ ഞാൻ പറഞ്ഞു തരാവേ. ഞാനിപ്പം ഇവിടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദപ്പൊടിയും പിന്നെ അതിൻ്റെ ഒരു 1/4 കപ്പ് വേണമെന്നില്ല, 1/4 കപ്പ് വേണ്ട, എന്താ പറയുക 2 സ്പൂണ് എൻ്റെ ഒരു വലിയ കയ്യിൽ ഒരു കയ്യിൽ അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഈ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണത്, ഒരു നുള്ള് മതിയാകും. പിന്നെ നമ്മളുടെ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര, പിന്നെ നമ്മൾ ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് സ്മൂത്താവാനും വേണ്ടിയിട്ട് ഒരു മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അതൊക്കെ ചേർത്തിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആക്കാനും വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ വെള്ളത്തിന് പകരം. അപ്പം ഒന്നും കൂടെ സോഫ്റ്റ് ആവും, പിന്നെ ടേസ്റ്റും ഉണ്ടാവും. അപ്പം ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. മടിയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, പിന്നെ വയ്യായിരുന്നു, കുറച്ച് മക്കൾക്ക് കുറച്ച് വയ്യായൊക്കെ വന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ഡിലേ ആയിപ്പോയതാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടിയുണ്ട്. അപ്പോൾ എന്താ, നമ്മളിതൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം കേട്ടോ. പിന്നെന്താ, ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇപ്പം കുറച്ച് ദിവസത്തെ മുടക്കിന് ശേഷം മഴ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മക്കളുടെ സ്കൂളൊക്കെ തുറന്നല്ലോ, മോന് സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്, പക്ഷേ ഇടാനൊന്നും പറ്റിയില്ല, അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഞാനത് പിന്നീട് നോക്കിയിട്ട് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്ന് ഇത്രയും ദിവസമൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് എന്തിനാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്യാതെ അവിടെ വെച്ചേക്കാണ് കേട്ടോ. എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനിപ്പോൾ ഇത്രയും ലേറ്റായിട്ട് ഇനി അപ്ലോഡ് ചെയ്യണോ വേണ്ടിയിരുന്നത് നിങ്ങൾ പറയും. അപ്പോൾ എന്താ, മോന് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മിക്സ് ചെയ്യാം ഉമ്മീന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇത് വാങ്ങിച്ചിട്ട് ആൾ മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം മിക്സൊക്കെ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാനത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ നമ്മളുടെ പഴം സ്ലൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 3-4 പഴം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള കാരണം കൊണ്ട് ഞാൻ 2 പീസാക്കിയിട്ട് മുറിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. പിന്നെ നമ്മളുടെ ചട്ടി ചെറുതായത് കൊണ്ടും 2 പീസാക്കേണ്ടി വരുമല്ലോ. അത്യാവശ്യം നല്ല വലിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു നീളത്തിൽ 1 പീസാക്കിയാൽ മതി. യൂട്യൂബ് തുടങ്ങിയ സമയത്തൊക്കെ ഞാനിങ്ങനെ കരുതിയിരുന്നു കേട്ടോ, എല്ലാ ദിവസവും മുടങ്ങാതെയൊക്കെ അപ്ലോഡ് ചെയ്യണം, അപ്പം വേഗത്തിൽ നമ്മളുടെ ചാനൽ വലുതായി നല്ല എല്ലാവരും അറിയും, അങ്ങനെയൊക്കെ കരുതിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത്. അത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഒരു 1-2 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സംഭവം പിടികിട്ടിയത്. കാരണം നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത്, ഒരു കുക്കിംഗ് വീഡിയോ ആയാലും എന്താ പറയുക മറ്റുള്ള വ്ളോഗായാലും നമ്മൾ ഷൂട്ട് ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്ത് അതിനുള്ള ക്യാപ്ഷനും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്ത് നമ്മളത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പോരാത്തതിന് എന്തായാലും ഒരു ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരു 1 hour, ഒരു 1-1.5 മണിക്കൂർ നമുക്ക് കുത്തിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇടാൻ പറ്റും. പക്ഷെ നമുക്ക് എന്താ പറയുക, നമുക്ക് വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കാരണം നമുക്ക് ടൈം വളരെ കുറവായിരിക്കും ചില ദിവസമൊക്കെ. കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീടായതുകൊണ്ട് പ്രത്യേകിച്ച്, പിന്നെ വർക്കും കൂടെ ചെയ്യണവരാണെങ്കിൽ പിന്നെ പറയുക വേണ്ട. അപ്പം എനിക്ക് കിട്ടണ ആ ഒരു ടൈമിൽ ഞാൻ എഡിറ്റ് ചെയ്തിടാൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരാഴ്ചയായിട്ട് ഒട്ടും ഞാൻ എന്താ പറയുക
മടിയും കൂടി ഉണ്ടായിരുന്നിട്ട്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും, പക്ഷെ നമ്മൾ വിചാരിക്കണം, അതാണ് പ്രശ്നം. നമ്മൾ കുറച്ച് ഉറക്കമൊക്കെ ഒഴിച്ച് ഇരുന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം വീഡിയോസൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം എന്താ, നമ്മളുടെ പഴംപൊരിയൊക്കെ ഇതാ അവിടെ റെഡി ആയി തുടങ്ങി. കഥ പറയണതിൻ്റെ ഇടയ്ക്ക് കുക്കിംഗ് വീഡിയോ ആണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അപ്പം എന്താ, നമ്മളുടെ മാവൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പഴമൊക്കെ അതിൻ്റെ അകത്ത് മുക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അധികം ബ്രൗൺ കളറാക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. കുക്ക് ചെയ്ത് അത് നമ്മൾ കുറച്ച് നേരം വെച്ച കാരണം കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു മാവ് ഓൾറെഡി. അപ്പം അത് വേഗം തന്നെ കുക്കായി വരുമല്ലോ. അപ്പം ഒരു ഒരു ലൈറ്റായിട്ട് ബ്രൗൺ കളറായി വരുന്നതിന് മുന്നേ തന്നെ ഞാൻ കോരിയെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ പഴംപൊരിൻ്റെ കൂടെ നമുക്ക് ചായ നിർബന്ധമാണല്ലോ. അപ്പം ചായയും കൂടെ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം എന്നാൽ ചായ ഇവിടെ റെഡി ആവുന്നുണ്ടേ. ചായയൊക്കെ തിളച്ചിട്ട് ചായയും പഴംപൊരിയൊക്കെ കൂട്ടി കഴിക്കാമെന്നൊക്കെ വിചാരിച്ച്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ താഴത്തായിട്ട് ഒരു ഷെഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ആളുടെ പണിക്കാർ അവിടെ ഉണ്ടാവും. പണിക്കാർ ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്ത് ഞാനിപ്പോൾ എനിക്കുള്ള ചായ എടുക്കണമായിരുന്നു കേട്ടോ. വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ കരുതി ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വലിയ ആളായിട്ട് ചായയൊക്കെ ഒഴിച്ചപ്പോഴാണ് ചായ പകുതി പുറത്ത് പോയി. ഇനിയിപ്പോൾ രണ്ടാമതത് വീഡിയോ എടുക്കേണ്ട മടി കൊണ്ട് ഞാൻ അത് അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എന്താ, നമ്മളുടെ പഴംപൊരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ വീട്ടിലുള്ളവർക്കും പിന്നെ പണിക്കാർ ചേട്ടന്മാരും ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം എന്താ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് ടൈപ്പ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.